ഹലോ സുഹൃത്തുക്കളെ, എന്താ വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോ ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് ട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിപ്പോ ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുത്തിരുന്നു, പക്ഷെ അത് സൗണ്ട് പ്രശ്നമൊക്കെ ആയിട്ട് പിന്നെ ഇന്നലെ എടുത്താണ് ആ വീഡിയോ. അപ്പൊ അത് സൗണ്ടും കാര്യങ്ങളൊക്കെ ശരിയായ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് വേറെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു. ആ മൈക്ക് വലിയ ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. അത് ഭയങ്കരമായിട്ട് നോയ്സിന്റെ പ്രശ്നം വരാണ്. ചേട്ടന്റെ മൊബൈൽ സപ്പോർട്ട് ചെയ്യണില്ല. എന്റെ മൊബൈലിനത് സപ്പോർട്ട് ചെയ്ത് എന്തോ പ്രശ്നമാണ്. ലിജിയുടെ ഫോണിലൊക്കെ അല്ലേ നല്ല ക്ലിയർ ആണ്. അതിന്റെ അകത്ത് നല്ല ക്ലിയർ ആണ്. ഇതില് മാത്രമേ ഉള്ളൂ. ഈ ഫോണില് നമ്മൾ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്ന ഫോണിൽ എന്താ നോയ്സ്. കുഴപ്പമില്ല. ഇതിപ്പോ ഇപ്പൊ പുതിയത് വേറെ മേടിച്ചിട്ടുണ്ടെന്നാണ്. ഇതിപ്പോ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? അപ്പോ ഞാന് ഒരു കാര്യം പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, എൻ്റെ വീഡിയോ ഇപ്പൊ ഈ ലാസ്റ്റ് ഇട്ട വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന കാര്യം എന്തെന്ന് ചിലപ്പോൾ ആർക്കും അറിയാൻ പറ്റില്ലായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് എൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. എൻ്റെ നല്ല വിശേഷം പറയുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായില്ല ആൾക്കാർക്ക്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അത് നമ്മള് ആദ്യമേ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാനിപ്പോ ഒരു ലൈഫ് സ്റ്റോറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെയാണ്. ഇപ്പൊ മൂന്നാമത്തെ 4 എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ. ആദ്യം ഒരു അതന്നെ, അത് മൂന്നാമത്തെ ആയിട്ടുള്ളൂ. ആദ്യം നീട്ടി വെച്ചൊന്നും കൊണ്ടുപോകുന്നില്ല. പിന്നെ അങ്ങനെ ഞാൻ ആൻഡമാനിൽ ജോലി കണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു 10 മാസത്തിന് ശേഷം ഞാൻ അവിടുന്ന് പോരുന്നുണ്ട്. 10 മാസത്തോളം നിന്ന് അവിടുന്ന് പോരുമ്പോ പോരുന്ന സമയത്തേ അല്ല പോകുന്നെന്ന് വെച്ചാൽ ഞാൻ എന്തിനാ വന്നറിയാം ലിജി. ഞാൻ പോരുന്നത് എൻ്റെ പെങ്ങളുടെ കല്യാണത്തിനാണ് ഞാൻ പോരുന്നത്. പെങ്ങളുടെ കല്യാണത്തിന് കത്ത് വന്നു, ഇത്രാം തീയതി കല്യാണമെന്ന് പറഞ്ഞ്. അപ്പൊ കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഞാൻ വീട്ടിലെത്തും. അതേപോലെ എനിക്ക് ഷിപ്പിന്റെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഷിപ്പിന് അങ്ങനെ ടിക്കറ്റ് കിട്ടി അതിനടുത്തേക്കുന്നത്. നാട്ടിലെത്തി ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ ഞാൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. വെച്ചിട്ടുണ്ടെങ്കിൽ പെങ്ങളുടെ കല്യാണം ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കഴിഞ്ഞു. അങ്ങനെ പെങ്ങളുടെ കല്യാണം എനിക്ക് കൂടാൻ കഴിഞ്ഞില്ല. നമ്മ വലിയ ആഗ്രഹിച്ചൊക്കെ വന്നാണ്, പക്ഷെ കല്യാണം കൂടാനും പറ്റിയില്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന്റെ ദിവസം ഡേറ്റ് മാറ്റിയിരുന്നു. ഡേറ്റ് മാറ്റിയ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എഴുത്തയച്ചിരുന്നു, ഇത്രാം തീയതി മാറ്റി ഡേറ്റ് മാറ്റിയെന്നും പറഞ്ഞു. പക്ഷെ അതിക്ക് മുമ്പ് അവിടെ നിന്ന് പോകുന്നു. ഞാൻ അവിടെ പോരുന്നത് മാത്രമല്ല, ഇവിടെ അയച്ചു. പിന്നെ അവിടെ കിട്ടാനായിട്ട് ഒരുപാട് വൈകും, ചിലപ്പോൾ 1 മാസം പിടിക്കും അപ്പൊ എനിക്ക് എഴുത്ത് അവിടെ കിട്ടിയിട്ടില്ല. അതിക്ക് മുമ്പ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അവിടെ വന്നപ്പോഴാണ് പറയുന്നത് അങ്ങനെ കല്യാണം കഴിഞ്ഞ്. അങ്ങനെ ഞാൻ വീട്ടിൽ വരുമ്പോ അവിടെ അളിയൻ ഇരിക്കുന്നുണ്ട്. അളിയനോട് സംസാരിച്ചു, നല്ല സന്തോഷം. കല്യാണം കഴിഞ്ഞ് 2ന്റെ അന്ന് ഞാൻ എത്തുന്നത്. കല്യാണം കഴിഞ്ഞ് 2ന്റെ അന്ന് 2 ദിവസം മുമ്പാണ്. പക്ഷെ 2 ദിവസം മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോ ഒരു 15-20 ദിവസം മുമ്പ് ഞാൻ എത്തുക. കാരണം ഷിപ്പിന്റെ ഇതനുസരിച്ചിട്ട് ഞാൻ എത്തുന്നത്. അങ്ങനെ കല്യാണം കൂടാൻ പറ്റില്ല. പെങ്ങളുടെ കല്യാണം ഒരു രണ്ടാമത്തെ പെങ്ങളുടെ കല്യാണമാണ്. രണ്ടാമത്തെ പെങ്ങളുടെ കല്യാണം കൂടാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം പിന്നെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ അവിടെ നാട്ടിൽ തന്നെ വർക്ക്ഷോപ്പിലൊക്കെ പോകുന്നതാ. നാട്ടിൽ തന്നെ പിന്നെ പോയില്ല. പിന്നെ ആൻഡമാനിൽ ഞാൻ പോയില്ല. കാരണം പോയില്ല വെച്ചാൽ എനിക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് എനിക്ക് ശമ്പളമൊന്നും കിട്ടിയില്ല. അവിടെ നിന്ന് ആകെ 3 മാസത്തെ ശമ്പളമൊക്കെ കിട്ടിയുള്ളൂ. 3-4 മാസത്തെ ശമ്പളമൊക്കെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് ശമ്പളമൊന്നും കിട്ടിയില്ല. ഇങ്ങോട്ട് പോന്നപ്പോഴും പൈസ ഒന്നും കിട്ടിയൊന്നുമില്ല. അപ്പൊ പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പോയില്ല ഞാൻ. പിന്നെ കൊടുങ്ങല്ലൂർ ചന്തപ്പുര തന്നെ എൻ്റെ പഴയ വർക്ക്ഷോപ്പിൽ പോയി അവിടെ വീണ്ടും ജോലി ചെയ്തു.
അവിടെ ജോലി ചെയ്തിട്ടിരിക്കില്ല. പിന്നെ കൈറ്റ് ഹോണ്ട എന്ന് പറഞ്ഞ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയുടെ പുതിയതായിട്ട് ഇറങ്ങിയ വണ്ടിയാണ്. അപ്പം അതിൻ്റെ സ്പെഷ്യലൈസ് പഠിക്കാനായിട്ട് ഞാൻ കൈറ്റ് ഹോണ്ട ഷോറൂമിലൊക്കെ പോയി അത് പഠിക്കുകയും പിന്നെ അങ്ങനെ തന്നെ ഞാൻ കൈറ്റ് ഹോണ്ട ഇതായിട്ടൊക്കെ നടക്കുന്ന സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നേരത്താണ് എൻ്റെ ഇളയ പെങ്ങളെ കല്യാണം ആയിട്ടാ. ഇളയ പെങ്ങളെ കല്യാണം കഴിഞ്ഞ് ഇതാണ്. പിന്നെ വീട്ടിൽ ഞാനും അമ്മയും തനിച്ചാണ്. തൊട്ടടുത്ത് തന്നെയാണ് രണ്ട് ചേട്ടന്മാർ താമസിക്കുന്നുണ്ട്. ഒരു ചേട്ടന്റെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഒരു കോമ്പൗണ്ട്. ഞങ്ങൾ മുറ്റടിക്കുമ്പോഴൊക്കെ എന്താ പറയാ ഒന്നിച്ചടി ഇങ്ങനെ ഇതാവുള്ളൂ, ഒന്നിച്ചടിക്കുന്നു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ അമ്മ ഞാനല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അവിടെ വീട്ടില് ഭക്ഷണം വെപ്പൊന്നുമില്ല. ഞാൻ വർഷമൊക്കെ ജോലി കഴിഞ്ഞ് വരും. രാത്രിയൊക്കെ ചിലപ്പോൾ നേരം വൈകൊക്കെ വരുന്ന സമയത്ത് എനിക്ക് അവിടെ വീട്ടിൽ ഭക്ഷണം കൊണ്ടുവച്ചാറുണ്ടാവും. നേരത്തെ വരുന്ന സമയത്താണെങ്കിൽ ഞാൻ അവിടെ വീട്ടിൽ ഈ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. രണ്ട് ചേട്ടന്മാരുണ്ട് തൊട്ടടുത്ത്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആണ് എന്നെ കല്യാണം കഴിപ്പിക്കേണ്ട പരിപാടിയിലാണ് പിന്നെ എല്ലാവരും കൂടെ. എല്ലാവരും കൂടി ചേട്ടൻ്റെ വീട്ടിൽ ആളില്ല എന്നുള്ളൊരു ഇതാണ്. ഞാൻ എനിക്കപ്പോ 24 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പൊക്ക് 24 വയസ്സ്. അതെ അതെ അല്ല ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അത്ര ചെറുപ്പത്തിലെ കുടുംബത്തെ കുറിച്ചും കുടുംബം എങ്ങനെയാണെന്നുള്ള കാര്യം, ഒരു കുടുംബം കൊണ്ടു നടക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് 24 വയസ്സായില്ലേ എനിക്ക് ഭയങ്കര താടി മുടിയൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നല്ല ചുരുള മുടിയായിരുന്നു എനിക്ക് കേട്ടാ. ഇവിടം വരെ ഇങ്ങനെ കിടക്ക് ചുരുണ്ട്. നല്ല മുടിയായിരുന്നു. എല്ലാം പോയി. ഗൾഫിലൊന്നുകൂടിയൊക്കെ പോയത്. പിന്നെ എന്താ പറയാ, ഞാൻ കല്യാണം കഴിക്കാൻ ആയിട്ട് പിന്നെ പെണ്ണ് കാണാൻ തുടങ്ങി. പെണ്ണ് കാണാൻ പോകുന്ന വെച്ചാൽ എൻ്റെ കൂട്ടുകാര്, ഞാൻ ഞായറാഴ്ച ദിവസമാണല്ലോ ലീവ്. അന്ന് ഞായറാഴ്ച ദിവസം പെണ്ണ് കാണാൻ പോക്കാ. അപ്പൊ അമ്മ പറഞ്ഞു വെക്കും എൻ്റെ കൂട്ടുകാരുടെ, ഈ ആഴ്ച പോയിട്ട് പെണ്ണ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത ഞായറാഴ്ച ശരിയായാലും വീണ്ടും പറയാ. ബ്രോക്കറൊന്നും ഞാൻ നോക്കൂല കേട്ടാ. അവരാണ് കൂട്ടുകാരാണ് ബ്രോക്കർ. ഒരാഴ്ച ഒരേ ബ്രോക്കർ വരും, മാറി വരും. അങ്ങനെ പിന്നെ പെണ്ണ് അന്വേഷിച്ച് നടന്നു. പിന്നെ ചേട്ടന്മാരൊക്കെ ഗൾഫിലായിരുന്നല്ലോ അല്ലെ? അന്ന് പിന്നെ എല്ലാവരും ചേട്ടന്മാരൊക്കെ ഗൾഫിലാണ്. അക്കാലത്തല്ലേ, കൊറേ വർഷത്തിന് മുമ്പല്ലപ്പാ എല്ലാവരും ഗൾഫിലാണ്. എന്ന് വെച്ചാൽ മൂത്ത ചേട്ടൻ മാത്രം ഇതാണ് ഗൾഫിലല്ല വന്നിട്ടില്ല എന്നുള്ളു. ബാക്കി എല്ലാവരും ഗൾഫില് നല്ല ജോലി ഉണ്ടല്ലേ മൂത്ത ചേട്ടന്? മൂത്ത ചേട്ടൻ നാട്ടില് ഷാപ്പില് മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരില് മൂത്ത ജ്യേഷ്ഠൻ വന്നിട്ടില്ല. എല്ലാവരും 4 പേരും 5 മക്കള് 4 പേരും ഗൾഫില്. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ. ബാക്കി ചേട്ടന്മാരൊക്കെ പോയി. പിന്നെ അവരുടെ മക്കളും മരുമക്കളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്. എന്റെ വീഡിയോയിലൊക്കെ കാട്ടുണ്ടാവും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ. അപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പെണ്ണന്വേഷിച്ച് നടന്ന് എല്ലാ ആഴ്ചയും പോവും. എന്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിലേ എനിക്ക് മുടിയുള്ള ഒരു പെണ്ണിനെ വേണം, മുടി മൂടല് വേണം. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് മൂക്കുത്തി ഇഷ്ടമുള്ള പെണ്ണിനെ എനിക്കിഷ്ടമല്ലായിരുന്നു. മൂക്കുത്തിയൊക്കെ ഉള്ളത്. അപ്പൊ എനിക്ക് മൂക്കുത്തി ഉണ്ട്, അത് മുടി ഒട്ടുമില്ലായില്ലട്ടാ. അല്ലാതെ എനിക്ക് ഒട്ടില്ലായിരുന്നു. ഇപ്പഴാണ് പോയത്. അല്ല ഞാൻ ഉദ്ദേശിച്ചത്ര മുടി അന്ന് അരവരെ ഉണ്ടാവില്ല ചേട്ടന്. അരവരെ മുടിയുള്ള പെണ്ണിനാണ് അന്ന്. അല്ലാടുങ്ങൾ അങ്ങനല്ലേ, അരവരെ മുടി. അപ്പൊ ഞാനെന്ന് വെച്ചാല് മുടിയുള്ള പെണ്ണിനെ അന്വേഷിച്ച് നടന്നാണ് ഒരു 16 പെണ്ണ് കണ്ടേ. എന്റെ അമ്മേ, 17ാമത്തെ 16ാമത്തെ പെണ്ണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് കണ്ട് അതിന് മുടിയൊക്കെ ഉണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടാ. ഞാൻ ബ്രോക്കറോട് പറയുകയും ചെയ്ത്, ഞാൻ
ഇഷ്ടമായിട്ടുണ്ട്, ഞാൻ പറയാട്ടാന്ന് പറഞ്ഞു. അപ്പൊ അയാള് വലിയ കാര്യത്തിനൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ആ സെന്ററിൽ വന്ന് നിൽക്കുമ്പോഴാണ് എന്നോട് അജീഷോ എന്ന് പറഞ്ഞ്, അജീഷ് ആരാണെന്ന് പറയും. അജീഷ് പറയാരാന്ന് പറയാം. അജീഷ് എന്റെ ചേട്ടന്റെ മോനാണ്. മൂത്ത ജ്യേഷ്ഠൻ രണ്ടാമത്തെ മോൻ അജീഷാണ് എന്നോട് വന്ന് പറയുന്നത്, ഇളയച്ച ഇങ്ങനെ ഗിരീഷിന്റെ ഒരു പെങ്ങളുണ്ട് എന്ന് പറയും. ഗിരീഷ് എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരാണ്, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് ഗിരീഷും സുരേഷും എന്നൊക്കെ പറയുന്നത്. എന്റെ ഇന്റിമേറ്റ് സുഹൃത്ത്. ഞാൻ പറയും ഗിരീഷിന്റെ പെങ്ങളോ? അപ്പൊ ഗിരീഷിന്റെ പെങ്ങൾ വെച്ചപ്പോ ഗിരീഷിന് സ്വന്തം ഒരു പെങ്ങളുണ്ട്. അപ്പൊ ചേട്ടാ ഇന്ന അപ്പൊ പറ അതല്ല, ഇളയച്ചന്റെ മോള് നമ്മളെ വീടിന്റെ അയൽവക്കത്ത് ഒരാളുണ്ട്, അതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ലിജിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ചേട്ടന്റെ വീട്ടിൽ പോകണവർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ നിൽക്കുന്ന വഴിയിൽ ഞാനില്ല ഇടയ്ക്കിട്ട് പോവുമല്ലോ, ഒരു ചാലാണല്ലോ അതിൽ ഇടയ്ക്കിട്ട് ഓരോ സമയത്ത് കണ്ട. പക്ഷെ എനിക്ക് ഞാൻ ലിജിനെ പെണ്ണ് കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇതന്ന് അവിടെ കണ്ട പെണ്ണാണല്ലോ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ പെണ്ണ് കാണാൻ പോകുന്നത് ആരായിട്ടെന്നറിയാം? പെണ്ണ് കാണാൻ പോകുന്നത് ലിജിര സ്വന്തം ആങ്ങളായിട്ട് തന്നെയാണ് ഞാൻ ലിജിനെ പെണ്ണ് കാണാൻ പോകുന്നത്. അല്ല, അവരെല്ലാ കാര്യത്തിലും ഇപ്പോഴും ഇന്ന് വരെ മുൻപന്തി നിൽക്കും. രണ്ടുപേരും വില്ലിച്ചന്റെ 2 മക്കളും ഇപ്പോഴും എനിക്ക് മുൻപന്തിലുണ്ടാവും ഇന്ന് വരെ എന്ത് കാര്യത്തിനും. പിന്നെ വിജയലേശന്റെ മോനും ഉണ്ട്. അവൻ അന്ന് എന്നെ കല്യാണം കഴിയുമ്പോ ചെറിയ കുട്ടിയാണ്. അവൻ ചെറുതിപ്പോഴാണ് അവൻ ഒന്ന് മുതിർന്ന് കല്യാണമൊക്കെ ഇപ്പൊ വലിയക്കനായിട്ടാ. ഇപ്പൊ കുവൈറ്റിലുണ്ട്, വീഡിയോയില് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിക്കും ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത്തിരി പ്രാപ്തിയായിട്ടുണ്ടല്ല. അപ്പൊ ഇന്ന് വരെ അവര് എന്ത് വന്നാലും ഇപ്പൊ ഗൾഫിലാണെങ്കിലും എന്നെ വിളിച്ചു ചോദിക്കും ഓരോ കാര്യങ്ങള്, നിങ്ങക്ക് സുഖമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ അത് കാരണം എനിക്ക് ആങ്ങളന്മാരില്ലാത്ത വിഷമം എനിക്ക് അറിഞ്ഞിട്ടില്ല. എനിക്ക് ആങ്ങളന്മാരായിട്ട് തന്നെയാണ്. അങ്ങനായ ഒരാങ്ങളായിട്ടാണ് ഞാൻ വന്ന് പെണ്ണ് കാണുന്നത്. അപ്പൊ ഞങ്ങളെ കല്യാണക്കാരും ഉണ്ടാക്കിയത് എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ 2ാമത്തെ മോനാണ്, ലിജിയുടെ ക്ലാസ്മേറ്റ് ട്യൂഷൻ അല്ലേ. അജീഷ് ഡെവലപ്മെന്റ് സ്കൂളിലും ഞാൻ റിയാഡ് കെവിച്ച് സ്കൂളിലും പഠിച്ചിരുന്നത്. ട്യൂഷൻ ഞങ്ങളടുത്ത് നമ്മളെ വാർഡിൽ തന്നെ ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു അന്നൊക്കെ. അപ്പൊ അന്ന് എല്ലാ അയൽവക്കത്തെ പിള്ളേരൊക്കെ ഇതാവും ട്യൂഷനല്ല. അപ്പൊ അജീഷ് ഞാനും ഒരുമിച്ച് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ ഇരുന്ന് ട്യൂഷൻ. 6ൽ പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ട്യൂഷൻ. പിന്നെ 8, 9, 10 നമ്മള് സ്കൂളിന്റെ അടുത്തൊക്കെ ട്യൂഷൻ സെന്റർ ഒക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാനും അജീഷും ക്ലാസ്മേറ്റ് ആയത്. ഇവരെ കൂടുതലും അറിഞ്ഞതും. സംഗതി തൊട്ടായിൽ വെക്കുവാണെങ്കിലേ കാണൂലേ, രണ്ട് വഴിയാണ് സംഗതി. 3 വീട് വ്യത്യാസമുള്ളൂ. ഞാനും ഞങ്ങളുടെ വീടും മൂത്ത ചേട്ടന്റെ വീടും 3 വീട് വ്യത്യാസം ഉണ്ടായുള്ളൂ. അന്ന് അതിന്റെ ഇടയിൽ ഇപ്പൊ വീടുകളൊക്കെ വന്നു തുടങ്ങിയത്. പറമ്പല്ല അന്നൊക്കെ ലോങ് പറമ്പറ്റും തെറ്റൊക്കെ വീഴണം. മൂത്ത ചേട്ടന്റെ വീട്ടിലേക്കുള്ള മണ്ണേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി വേറെ, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വേറെ വഴിയാണ്. അപ്പൊ പോക്കും വരവൊന്നും കാണൂല. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മ അയൽവക്ക അങ്ങനെ തൊട്ടയൽവക്കമല്ലല്ല. 3-4 വീട് സംഗതി തൊട്ടയൽവക്കമാണ്. അവിടെ എന്ത് നമുക്ക് എന്തൊരു ഇതുണ്ടെങ്കിലും നമുക്ക് ഇവിടെ കേക്കാം. 2 പേരാണ്. 3ാമത്തെ ആളാണ് ഞാൻ അല്ലേ വിജയ്? ചേട്ടൻ 3ാമത്തെ. 2 പേര് അധികം വിട്ടു വന്നിട്ടുണ്ടായുള്ളൂ. എന്താ തുടങ്ങിയിട്ടുള്ളൂ എനിക്ക് പെണ്ണ് കാണല് വീട്ടില്. വന്ന് നമ്മളെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാണ് അമ്മേനോട്. അമ്മയാണ്, അച്ഛൻ ഉണ്ടായിരുന്നില്ല നേരത്തെ. അച്ഛൻ ജോലിക്ക് പോയേക്കായിരുന്നു. അമ്മ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അപ്പുറത്തായിരുന്നു കേട്ടാ. ഞാൻ കണ്ടില്ല. ഞാൻ കണ്ട ജീഷ് അപ്പുറത്തെ വീട്ടിൽ നിൽക്കണ്ടായിരുന്നു. ഞാൻ കണ്ട്. നമുക്ക് എന്തിനാണെന്ന് അറിയില്ലല്ലോ. ഞാനപ്പോ അവിടെ നിന്ന് വന്നപ്പോഴാണ് അമ്മ പറഞ്ഞത്, ഇതേ പാലത്തിങ്കൽ മോഹനന്റെ മോനില്ല അജീഷ് നിന്നെ കൂടി പഠിച്ചത്, അത് നിന്നെ വന്നിട്ട് അതിന്റെ ഇളയച്ചന് പെണ്ണ് ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇളയച്ചനുണ്ട് അമ്മ? അജീഷിന് ഇത്ര 10-24 വയസ്സായ ഇളയച്ചനുണ്ടാ? അപ്പൊ എന്നൊക്കെ നമുക്കെന്ന് വെച്ചാലേ, ഞാൻ പറഞ്ഞ ഞങ്ങൾ അച്ഛനമ്മ 2 മക്കളും കൂടിയല്ലേ ജീവിക്കുന്നത് അല്ല. അപ്പൊ അന്ന് എന്റെ അച്ഛന്റെ അനിയന്മാരെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ ഒക്കെ പ്രായം തന്നെ കുറച്ച് വ്യത്യാസമല്ലേ ഉള്ളൂ.
അപ്പൊ നമ്മ ചെയ്യണത് ഇളയശം എന്നൊക്കെ പറഞ്ഞ നല്ല ഇത്തിരി പ്രായമുള്ള ആൾക്കാരൊക്കെ ഉള്ളൂ എന്നൊക്കെ എന്റെ ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയണേ ഇത്ര ചെറുപ്പമുള്ള ഇളയശുണ്ട്. അപ്പൊ അത് അവര് 8 മക്കളാണ്. അമ്മ പറയണേ 8 മക്കളാണ്. അപ്പൊ ഇളയതല്ലേ, ഇളയതാവുമ്പോ പ്രായം കുറയുമല്ല. അപ്പൊ ഞാൻ പറ അപ്പൊ മൂത്ത ചേട്ടനും ചേട്ടത്തിക്കെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ അമ്മയുടെയും പ്രായമാണ്. എന്റെ അച്ഛന്റെ അമ്മയുടെയും പ്രായമാണ് ചേട്ടന്റെ മൂത്ത ചേട്ടനും ചേട്ടത്തി. എന്താ ഞങ്ങൾ വെക്കുമല്ലേ. അപ്പോഴാണ് അജീഷ് വന്ന് ഇങ്ങനെ ചോദിച്ച്. അപ്പൊ ഇവരൊക്കെ അറിയണല്ല വീട്ടില്. അത് കഴിഞ്ഞ് അച്ഛനൊക്കെ ഉള്ള ദിവസം അലോഷ് വന്ന്. അലോഷ് എന്ന് പറഞ്ഞാൽ മൂത്ത ചേട്ടന്റെ മൂത്തമ്മൻ, അജീഷിന്റെ ചേട്ടൻ അലോഷ് വന്ന്. അലോഷും അജീഷും കൂടി വന്ന് അന്ന് അജീഷ് അലോഷ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പേരാണ്ട് വിളിക്കുന്നത് കേട്ടാ. ഇന്നിപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ സ്ഥാനം ഇളയമ്മല്ല. അപ്പൊ സ്ഥാനം എന്തായാലും വിളിക്കണ്ടേ. ഇപ്പൊ ഇളയമ്മ എന്റെ മൂത്തതാണ് അലോഷ് എന്ന്. ഞാനും അജീഷും ഒരു പ്രായമെങ്കിലും സ്ഥാനം ഇളയമ്മല്ല. അപ്പൊ അന്നെന്ന് പറഞ്ഞ അവര് എന്നെ പേര് വിളിച്ചിരുന്നാണ്. അപ്പൊ അലോഷ് പറഞ്ഞാല് ലിജി ഇങ്ങനെയാണ്, എന്റെ ഇളയച്ചനാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് വന്ന് ചോദിച്ചതാണ് ഇങ്ങനെ പറഞ്ഞ്. അപ്പൊ ഇനി ഈ കാരണന്മാര് വന്ന് പറയണ്ടേ. അപ്പൊ എന്റെ അച്ഛനും എന്റെ ഇളയച്ചനും അന്ന് രണ്ടാമത്തെ ചേട്ടൻ ഗൾഫിലായിരുന്നു, ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചൊപ്പന്ന് ഗൾഫിലായിരുന്നല്ല. കുഞ്ഞേട്ടനും ചേട്ടനും കൂടിയാണ് വന്നത്. ഞാൻ അളിയനുണ്ടായോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട്. അളിയനുണ്ടായോ പെണ്ണാണ് ഉണ്ടായി തോന്നണല്ലേ. മൂത്ത പെങ്ങളുടെ ഭർത്താവും ഗൾഫിലായിരുന്നു. കുറച്ച് വർഷമായില്ല. ചിലത് നമുക്ക് ഇവര് 3 പേരും കൂടിയാണെന്നാണ്. അപ്പൊ അലോഷ് വന്ന് ഇങ്ങനെ പറഞ്ഞ അവര് വന്ന് പെണ്ണ് ചോദിക്കോട്ടാ എന്ന് പറഞ്ഞു. കാരണന്മാര് വരണ്ടേ പറഞ്ഞു. അപ്പൊ ഓക്കെ പറഞ്ഞു പോയി വെച്ച. അപ്പൊ പൊണ്ണേട്ടനാന്ന് പറഞ്ഞാ ചേട്ടന്റെ ചേട്ടനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയണല്ല. അവിടത്തെ അറിയപ്പെടുന്ന ഇവരെ വീടിന്റെ അടുത്തുള്ള എന്റെ മൂത്ത അന്ന് അവിടെ താമസിക്കുന്ന ചേട്ടൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. അന്ന് മൂത്ത ചേട്ടൻ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും എന്റെ വീടിന്റെ അടുത്താ ചേട്ടാ. ഒരു വാർഡിൽ തന്നെ നമ്മ അടുത്തടുത്തല്ലേ എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഞങ്ങള് മാത്രമേ ഇപ്പൊ നീങ്ങിട്ടുള്ളൂ. എല്ലാവരും. അപ്പൊ അലോഷ് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിൽ നിന്ന് പോയി. അപ്പൊ അതിന്റെ ഇടയില് നാള് നോക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മളെ നാള് നോക്കണം എന്ന് പറഞ്ഞപ്പോ അച്ഛനും ഞങ്ങള് നാള് നോക്കാൻ പോയി. അച്ഛൻ നാള് നോക്കാൻ പോയി. അപ്പൊ നാള് ഒക്കൂന്ന് പറഞ്ഞു. നാളൊക്കൂന്ന് പറഞ്ഞെങ്കിലല്ലേ പെണ്ണ് കാണാൻ വരണ്ടുള്ളൂ. അന്ന് നാള് നോട്ടമില്ല. നാളെ ഒത്തില്ലെങ്കിൽ പെണ്ണ് നോക്കാൻ വരണ്ടല്ല. പെട്ടെന്നായിരുന്നു കല്യാണവും. പെട്ടെന്നായിരുന്നു. ഒട്ടും പ്രതീക്ഷ അല്ല. നമ്മ തുടങ്ങലും കല്യാണം ഇതായി. അങ്ങനെ അവര് വന്ന് ചേട്ടനും ചേട്ടന്റെ ചേട്ടൻ 2 ചേട്ടന്മാരും അളിയനും കൂടിയും വന്ന് എന്നെ കണ്ട് ഉറപ്പിച്ച്. അങ്ങനെ കല്യാണം ഇതിന് നമുക്ക് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച്. ഇനി ചേട്ടൻ വന്ന് കാണണമല്ല. ഇതൊക്കെ ചേട്ടൻ കണ്ടിട്ടില്ല, ചേട്ടനെ കണ്ടിട്ടില്ല. കാരണന്മാര് തമ്മിലൊക്കെ ഉറപ്പിച്ച് ഈ ചേട്ടനെ പറ്റിയൊക്കെ അവിടെ. പിന്നെ അടുത്തല്ലേ എല്ലാവരും. അപ്പൊ ഞങ്ങളുടെ വീട്ടിലായാലും അന്ന് അയൽവക്കക്കാരോടൊക്കെ പറയും. നമ്മ പെണ്ണ് കാണാൻ വരുമ്പോഴും അയൽവക്കക്കാരുണ്ടാവും, വീട്ടുകാരുണ്ടാവും. ഇന്നത്തെ പോലല്ല, എല്ലാവരും ഉണ്ടാവും. അപ്പൊ അയൽവക്കക്കാര് പറഞ്ഞ് അയ്യോ സുരേഷിനൊക്കെ അറിയണതല്ലേ, നല്ലതായിട്ട് കൊടുത്തോട്ടാ, നല്ല സ്വഭാവമാണ്, നല്ല മെക്കാനിക്കാണ്, നല്ല സ്വഭാവമാണ്, ധൈര്യം ഉറപ്പിച്ച് കൊടുത്തോ. പിന്നെ എന്റെ അണ്ണനും എന്ന് പറഞ്ഞ എന്റെ ആങ്ങളയ്ക്കും അറിയാല. അപ്പൊ അണ്ണനും പറഞ്ഞ് നല്ല മെക്കാനിക്കാണ്ടി, നല്ല ഇതായിരിക്കും, നല്ല സ്വഭാവം ഉള്ളതാണ്, നല്ല ഇതാണ്, ധൈര്യം ഉറപ്പിച്ച് കൊടുത്തോന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ കല്യാണം ഉറപ്പിച്ച് ചേട്ടന്മാര് വന്ന് എല്ലാ കാരണന്മാരെല്ലാം ഉറപ്പിക്കണത്. നമുക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കുള്ളൂ അല്ല. ഇഷ്ടമാണെന്ന് അന്ന് ഇഷ്ടായാലും ഇഷ്ടമില്ലെങ്കിലും കെട്ടല് തന്നെ കാരണന്മാർക്ക് ഇഷ്ടമായ. അന്നും അല്ല അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ഇല്ല കേട്ടാ. നമുക്ക് ഇഷ്ടമായോന്നൊക്കെ ചോദിക്കും. പിന്നെ അങ്ങനെയാണ്. പിന്നത്തെ ആഴ്ച ഞായറാഴ്ച അല്ല ചേട്ടന് ഒഴിവ്, വർഷാപ്പിൽ ഒഴിവ് ഞായറാഴ്ച അല്ല. അങ്ങനെയാണ്. എനിക്ക് അജിങ്ങനെ പറഞ്ഞു വന്ന് പോയി. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞ്. അതിനുശേഷം പിന്നെ ഞായറാഴ്ച ദിവസം ഇത് ഇങ്ങനെ ഒരു പെൺകുട്ടിനെ ഇങ്ങനെ കണ്ടു വന്നതാണ്. എന്നെ കാണും വേറെ പെണ്ണെ പോയി കണ്ടു നമ്മ ചെല്ലാന്ന് പറഞ്ഞിരുന്നു ബ്രോക്കറോട്. അതിന് ഇഷ്ടായി ചേട്ടന്. മുണ്ടായിരുന്ന എന്നോട് പറഞ്ഞ ചേട്ടൻ മുടി ഉണ്ടായി. അതട്ടെ
മുടി ഉണ്ടായി, മൂക്കുത്തി ഉണ്ടായില്ല ആ പെണ്ണിനപ്പൊ. മൂക്കുത്തിയൊന്നുമില്ല. എനിക്ക് മൂക്കുത്തി ഉണ്ടല്ലോ. അത് ഞാന് എന്റെ ഈ മൂക്കുത്തില്ലേ ഏട്ടാ, മൂക്കുത്തിയുടെ മനപ്പളണ്ടാ ഈ മൂക്കുത്തില്ലേ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കുത്തിയിട്ടതാണ്. അന്നിട്ടിട്ട് ഇന്ന് വരെ ഞാൻ ഈ മൂക്കുത്തി ഊരിയിട്ടില്ല. എന്താണെന്നാ, എന്റെ അമ്മയുടെ അമ്മ, എന്റെ അമ്മാമ്മ അന്ന് ഇതിന് 100 രൂപ ഉള്ളു തോന്നുന്നു. ഈ മൂക്കുത്തി 100 രൂപ. അന്ന് 100 രൂപയ്ക്ക് ഭയങ്കര വിലയല്ല. അന്ന് കുത്തിയതാണ്. എന്റെ അമ്മാമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ അമ്മാമ്മ വാങ്ങിച്ചെന്നാണ്, അമ്മയുടെ അമ്മേ. അന്ന് കുത്തിയിട്ട് ഞാൻ ഇത് ഊരിയിട്ടില്ല. സത്യം എന്തോരം എന്റെ വലിച്ചന്മാരും മക്കൾക്കൊക്കെ ഇല്ലേ, രണിച്ചിട്ടുണ്ട്, രേഖയ്ക്ക് എല്ലാവർക്കും മൂക്കുത്തിണ്ട്. എന്റെ അനിയത്തി മൂക്കുത്തിയിട്ടില്ല കേട്ടോ, ഞാൻ മാത്രം. അപ്പൊ അവരെ കണ്ടിട്ടാണ് ഞാൻ കുത്തിയത്. അപ്പൊ അവരൊക്കെ മൂക്കുത്തി മാറ്റിടും. എന്നോട് പറയേ, നീ മൂക്കുത്തി മാറ്റിടും, മൂക്കുത്തി മാറ്റിടും എന്ന് പറയും. ഞാൻ പറഞ്ഞു ഞാൻ ഊരിയിട്ടില്ല. അന്ന് കിടക്കണം. ഇപ്പോഴും മിക്കവരും പറയും മൂക്കുത്തി മാറ്റി നല്ലത്, അന്നിട്ടേക്കണം മൂക്കുത്തി. അപ്പൊ എന്തേ മൂക്കുത്തി കുത്തിയ പെണ്ണിനെ ഇഷ്ടായി. കൂടുതലും ഞാൻ ലിജിനെ ആ വഴി പോണ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചേട്ടന്റെ വീട്ടിൽ പോകുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ കെട്ടണെങ്കിൽ ദേവത പെണ്ണെ കെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ശാലീന സുന്ദരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പോണ സമയത്ത്, ചേട്ടന്റെ വീട്ടിലേക്ക് പോണ സമയത്ത് അവരവിടെ നിന്ന് കളിക്കണൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് ഒരു കളിക്കുന്നൊക്കെ ഉണ്ടാവും. അധികം മൈൻഡ് ചെയ്യില്ല. എന്നാലും ചെറിയതായിട്ട് സൈഡിൽ കൂടെ അങ്ങനെ പോത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട്. പെണ്ണാൻ വന്നപ്പോഴാണ് കണ്ടിട്ടുണ്ട് കല്യാണം. പക്ഷെ ഞങ്ങളോട് എല്ലാവരും ചോദിച്ചു, നമ്മ ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. അങ്ങനെ ചിന്തിക്കുള്ളൂ. ചേട്ടന്റെ വീടടുത്ത് സത്യം പറഞ്ഞല്ല, ഞങ്ങള് സ്നേഹമായിരുന്നു, പ്രേമമായിരുന്നു ഒക്കെ ചോദിച്ചു. കല്യാണം പെണ്ണാൻ വന്നപ്പോൾ ചോദിനെ കണ്ടിട്ടുള്ളൂ. ചേട്ടനെങ്ങാനും ഇതേപോലെ മിന്നായം പോലെ കണ്ടിട്ടുണ്ടാവുന്നുള്ളൂ. ഞാനത് ചേട്ടനെ വന്ന് കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു കല്യാണത്തിന് കണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട് തോന്നുന്നു. പെണ്ണാൻ വന്നപ്പോൾ ചോദിനെ കണ്ടിട്ടുള്ളൂ ഞാൻ. അങ്ങനെ ഞാൻ വന്നത് പറഞ്ഞല്ലോ, ലിജിര ആങ്ങളിനായിട്ടാണ് ഞാൻ പെണ്ണാൻ വരാൻ. പെണ്ണ് കണ്ടു. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. നമ്മളെ തൊട്ട് അറിയുന്ന ആൾക്കാരാകുമ്പോ നമുക്ക് എപ്പോഴും നമ്മ കല്യാണം കഴിയും കൂടുതൽ അറിയണവരാകുമ്പോ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നുമല്ലോ. അറിയുന്ന ആൾക്കാര് പണ്ട് ഇങ്ങാണ്ട് മനസ്സിലിങ്ങനെ ഒരു കോറലും, ഇതാ പെണ്ണാണല്ലോ, ഞാൻ അന്ന് കണ്ടൊരു പെണ്ണാണല്ലോ, അങ്ങനത്തെ മനസ്സിൽ അങ്ങനെ തന്നെ ഇതായി പോയി. നേരാണ്, സത്യം. ഇല്ലില്ല, സത്യം പറയേ, സത്യം. അപ്പൊ ദൈവം ഉറപ്പിച്ചാൽ അല്ലെങ്കിൽ ദൈവം ഓരോരുത്തർക്ക് ഓരോന്നും ഉണ്ടാവും. അങ്ങനെ കല്യാണമല്ല, അങ്ങനെ പെണ്ണ് കാണല് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഇഷ്ടമായി. ഞങ്ങൾ പരസ്പരം ഇന്നത്തെ ഫോൺ കൊടുക്കലോ സംസാരം കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇഷ്ടായെന്ന് പറഞ്ഞ് പിന്നെ തൊട്ടടുത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് വിരുന്നുണ്ടല്ലോ, മോതിരമാറ്റം പോലെ. അന്ന് മോതിരമാറ്റം ഉണ്ടെന്ന് എൻഗേജ്മെന്റ് കുറെ സമയം കുറെ നമുക്കൊന്ന് അത് അടുത്തേക്ക് പറയാം. പെണ്ണ് കാണാൻ വന്ന് നിർത്താം, പിന്നെ അടുത്തേക്ക് പോവാ പിന്നെ അല്ലെ. അതെ. അപ്പൊ ലിജിനെ കല്യാണം കഴിക്കാനുള്ള ഒരുക്കവും കാര്യങ്ങളും അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ പറയാം ഉണ്ടായ കാര്യങ്ങളും അതെല്ലാം പിന്നെ പറയാം അടുത്ത എപ്പിസോഡ്. പിന്നെ 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 പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഒക്കെ തീർക്കണം. എത്ര പെട്ടെന്ന് നമുക്ക് കല്യാണത്തിലേക്ക് ഇവിടെ എത്തി. ശരി എന്നാ, ഓക്കെ. അപ്പൊ എല്ലാവർക്കും